ബി ഉണ്ണികൃഷ്ണൻ സാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ 22 സംഘടനകളുടെയും ജനറൽ സെക്രട്ടറിയാണ്. ഫെഫ്ക എന്ന് പറയുന്നത് ബി ഉണ്ണികൃഷ്ണൻ സാർ ഒരു വ്യക്തി മാത്രമല്ല. സംഘടനയുടെ അംഗങ്ങൾ നൽകുന്ന പണം ബി ഉണ്ണികൃഷ്ണൻ അദ്ദേഹത്തിന്റെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവാക്കുന്നു എന്നൊരു പരക്കെ സംസാരമുണ്ട്. ബി ഉണ്ണികൃഷ്ണൻ സാർ അത് കൂട്ടടിക്കുന്നതാണ്. അദ്ദേഹത്തിന്റെ യാത്രാപ്പടിയായിട്ടോ അദ്ദേഹത്തിന്റെ താമസ ആവശ്യങ്ങൾക്കോ ഒന്നും തന്നെ ₹1 പോലും ഫെഫ്കയുടെ അക്കൗണ്ടിൽ നിന്ന് ഇതുവരെ പോയിട്ടില്ല. ആ പേയ്മെന്റുകളൊന്നും തന്നെ ആർക്കും അങ്ങനെ വ്യക്തിപരമായി എടുത്ത് ഉപയോഗിക്കാൻ കഴിയുന്നതല്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പോലും ഫെഫ്ക വളരെ പോസിറ്റീവായിട്ടാണ് എടുത്തത്. അദ്ദേഹത്തെ തന്നെ ടാർഗറ്റ് ചെയ്ത് മാത്രമാണ് ഇപ്പോൾ പറയുന്നത്. ഒരുപക്ഷെ അദ്ദേഹത്തെ തളർത്തിയാൽ ഈ ഫെഫ്ക എന്നൊരു സംഘടനയെ നിഷ്പ്രഭമാക്കാം എന്ന് ആരെങ്കിലും ഒക്കെ ചിന്തിച്ചിട്ടുണ്ടാവും. യഥാർത്ഥത്തിൽ ബി ഉണ്ണികൃഷ്ണൻ ഒരു മാടമ്പിയാണോ? കാരണം അവരുടെ ചൂഷണങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ ഒരു മാടമ്പി സ്വഭാവത്തോടെ ഇദ്ദേഹം നിൽക്കുന്നു. ഞങ്ങൾ ആ മാടമ്പിത്തരത്തെ സ്വാഗതം ചെയ്യുന്നു. ഫെഫ്കയ്ക്കെതിരായ പ്രവർത്തനങ്ങളിൽ WCCയുടെ ചില അംഗങ്ങളുടെയെങ്കിലും കൈകടത്തലുകൾ ഉണ്ടോ എന്നുള്ളത് ഫെഫ്ക സംശയിക്കുന്നു. യഥാർത്ഥത്തിൽ WCC ആണോ വനിതാ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ പുറത്താക്കിയത്? ഈ വനിതകളുടെ തൊഴിലിന് വേണ്ടിയിട്ട് അഘോരം സംസാരിക്കുന്ന WCCയുടെ അംഗം തന്നെയാണ് ഇവരെ പുറത്താക്കിയിരിക്കുന്നത്. നിലവിൽ സാന്ദ്ര തോമസിന് ഫെഫ്കയുമായി യാതൊരു ബന്ധങ്ങളുമില്ല. അവരുടെ പ്രശ്നങ്ങളെല്ലാം പ്രൊഡ്യൂസേഴ്സ് യൂണിയനുമായിട്ടാണ്. അടുത്തിടെ ഒരു ഫോട്ടോഗ്രാഫറെ പുറത്താക്കിയിരുന്നു. അത് പല കാരണങ്ങൾ കൊണ്ടാണ് ആ സംഘടന അദ്ദേഹത്തെ പുറത്താക്കിയത്. പെട്ടെന്ന് അങ്ങനെ ഒരാളെ പുറത്താക്കാൻ എന്തെങ്കിലും പെട്ടെന്ന് പുറത്താക്കുകയല്ലല്ലോ. എനിക്ക് തോന്നുന്നു അദ്ദേഹം ഇതിനൊന്നും കൃത്യമായ മറുപടികൾ നൽകി കാണില്ല. അതുകൊണ്ടായിരിക്കാം.